Hallelujah. Praise the Lord. Praise to Jesus. Thank you, Holy Spirit. Hallelujah. Hallelujah. കർത്താവേ അങ്ങേക്ക് സ്തോത്രമപ്പ, അങ്ങേക്ക് സ്തോത്രമപ്പ, അങ്ങേക്ക് സ്തോത്രമപ്പ. യേശുവിൻ്റെ രക്തത്താൽ ചീർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ ചീർക്കപ്പെട്ട കുഞ്ഞാടി അങ്ങേക്ക് സ്തോത്രമപ്പ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചന കൂട്ടായ്മയിൽ കർത്താവിൻ്റെ തിരുവചനം വർഷിപ്പാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് ഒരുക്കി തന്ന നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു നല്ല അവസരം ഒരുക്കി തന്ന പ്രിയ സാക്ഷിബ്രതനോടും കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ. ആകയാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ അത് കർത്താവിനെ മഹത്വപ്പെടുത്തി തന്നെ നമ്മൾ സമയങ്ങളെ വേർതിരിക്കണമേ എന്ന ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ള ദൈവങ്ങളെ, അധികം സംസാരിച്ച് സമയങ്ങളെ മുൻപോട്ട് വിടാതെ നമുക്ക് പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് വചനധ്യാനത്തിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സമയം ഒരുപാട് മുൻപോട്ട് പോയിരിക്കുകയാണ്. ആകയാൽ പ്രിയമുള്ള ദൈവങ്ങളെ, ഇന്നത്തെ വചനധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു കന്നഡ സോങ് ഒന്ന് പാടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ചില അടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കുമാറാകട്ടെ. വരുവാനുള്ളവരും അവർ വന്നോളും. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, എൻ്റെ ശബ്ദം ക്ലിയർ ആണോ? എൻ്റെ സഹോദരങ്ങളൊന്ന് കമന്റ് ചെയ്യണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ ചീർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. സ്തോത്രമപ്പ, സ്തോത്രമപ്പ. ജീസസ്. ഹല്ലേലൂയ. കർത്താവേ അങ്ങേക്ക് സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ശബ്ദം ക്ലിയർ ആണോ? നിങ്ങൾക്കത് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ ഫസ്റ്റേ, താങ്ക് യു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഇതിനു മുമ്പ് പാടിയിട്ടുള്ളൊരു പാട്ട് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വചന ധ്യാനത്തിൻ്റെ ധ്യാനത്തിൽ കിടക്കുന്നതിന് മുൻപായി നമുക്കൊരു പാട്ട് പാടി തന്നെ നമുക്ക് ആരംഭിച്ച് പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാം. കർത്താവ് സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രീയേശുനാമ അതിശയനാമ പാപികയും പദനാമ. ശ്രീയേശുനാമ അതിശയനാമ പാപികയും പദനാമ. പാപ പരിഹാരಕ್ಕಾಗಿ ಪಾಪಿಗಳ ಮೂಡುತ್ತಿ ಧರಣಿಗೆ ಬಂದ ನಾಮ. ಪಾಪ ಪರಿಹಾರಕ್ಕಾಗಿ ಪಾಪಿಗಳ ಮೂಡುತ್ತಿ ಧರಣಿಗೆ ಬಂದ ನಾಮ. ಪಾಪರಹಿತ ಜೀವನದ ಮಾದರಿಯ ತೋರಿಸಿ ಪರಿಶುದ್ಧ ಪುಣ್ಯನಾಮ. ಪಾಪರಹಿತ ಜೀವನದ ಮಾದರಿಯ ತೋರಿಸಿ ಪರಿಶುದ್ಧ ಪುಣ್ಯನಾಮ. ശ്രീയേശുനാമ അതിശയനാമ പാപികയും പദനാമ. ശ്രീയേശുനാമ അതിശയനാമ പാപികയും പദനാമ. എല്ലാ നാമത്തിലെയും മേലാട നാമ യേശുവിന ദിവ്യനാമ. എല്ലാ നാമത്തിലെയും മേലാട നാമ യേശുവിന ദിവ്യനാമ. സർവജനരെല്ലാം അടവിട സ്തോത്രമായി ഹർഷബിന്ദ് ആടുവനാമ. സർവജനരെല്ലാം അടവിട സ്തോത്രമായി ഹർഷബിന്ദ് ആടുവനാമ. ശ്രീയേശുനാമ അതിശയനാമ പാപികയും പദനാമ. ശ്രീയേശുനാമ അതിശയനാമ
ಪಾಪಿಗೆயின் ಪಾದನಾಮ ಲೆಕ್ಕವಿಲ್ಲದಷ್ಟು ಪಾಪ ನನ್ನಿಂದ ತೆಗೆಯಲು ನನಗಾಗಿ ಬಂದ ನಾಮ ಲೆಕ್ಕವಿಲ್ಲದಷ್ಟು ಪಾಪ ನನ್ನಿಂದ ತೆಗೆಯಲು ನನಗಾಗಿ ಬಂದ ನಾಮ ಅನ್ಯರನ್ನ ತಲ್ಲಾಡನ್ನು ಧನ್ಯನಾಗಿ ಮಾಡನು ಉನ್ನಾದನ ಪುಣ್ಯನಾಮ ಅನ್ಯರನ್ನ ತಲ್ಲಡನು ಧನ್ಯನಾಗಿ ಮಾಡನು ಉನ್ನಾದನ ಪುಣ್ಯನಾಮ ಶ್ರೀಯೇಸು ನಾಮ அதிசய நாமம் பாபிகையின் பாதநாம ಶ್ರೀಯೇಸು ನಾಮ அதிசய நாமம் പാപികയിൻ പാദനാമ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരും ഇരിക്കുന്ന ഇടത്തൊരു നിമിഷം ഒന്ന് കണ്ണുകളെ അടച്ചട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. കർത്താവ് സഹായിക്കുമാറാകട്ടെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പാ, ഈ രാത്രിയുടെ വേളയിൽ അപ്പച്ച അങ്ങയുടെ പൊന്നുപാദപീഠത്തിലേക്ക് അടിയങ്ങൾ അടുത്ത് വരുന്ന കർത്താവേ, സ്വർഗം അങ്ങയുടെ സിംഹാസനം, ഭൂമി അങ്ങയുടെ പാദുടരിക്കാൻ വാഴ്ത്തി സ്തുതിക്കുന്ന അപ്പച്ച കർത്താവേ, കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ അപ്പച്ച ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു, പരിപാലിച്ചു. ഞങ്ങൾ വരാവുന്ന ആപത്ത് അനർത്ഥ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തുതിക്കുന്ന അപ്പച്ച, ഇന്നത്തെ വചനം അനുഗ്രഹപ്രദമാക്കി തീർക്കണമേ. വാഴ്ത്തി അനുഗ്രഹിച്ച് തന്നാട്ടെ. വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തു പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിരാശരായി, ദുഃഖിതരായി, വേദനയോടെ, ഭാരത്തോടുകൂടെ ആരെങ്കിലും വചനത്തിന് മുൻപിലായിരിക്കുന്നുവെങ്കിൽ കർത്താവെ, ഇന്നത്തെ വചനം അവർക്കൊരു ആശ്വാസവും വിടുതലുമായി തീരട്ടെ എന്ന് ഓർത്തു പ്രാർത്ഥിക്കും. അടിയനെ പൊടിയോളം താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവ്, അവിടുത്തെ തിരുകൃപയാൽ എല്ലാവരെയും നിറച്ചാട്ടെ. കൃപയ്ക്കുള്ളിൽ പൊതിയണമേ അപ്പ. രക്തത്താൽ കഴുകി മുദ്രയിട്ടാട്ടെ. സകലതും ഞങ്ങൾക്കായി ജീവന് വെടിഞ്ഞ അരമരക്ഷകളുടെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്നലെ ചെയ്യേണ്ട ലൈവാണിത്. അപ്പൊ ഇന്നലെയും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്ന് അതിനേക്കാൾ വലിയ തടസ്സമാണ് എന്റെ മുൻപിൽ ഉണ്ടായിരുന്നത്. ഇസ്രായേൽ ജനത്തിന് ചെങ്കടൽ അവർക്കൊരു ഭാരമായി മാറിയതുപോലെ അടിയന്റെ ജീവിതത്തിലും ഇന്നും വലിയൊരു തടസ്സത്തിന് മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. തന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റായി വന്ന ഒരു സഹോദരൻ ഇന്ന് സുഖമില്ലാത്തൊരവസ്ഥയിൽ കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെല്ലാവരും, ഓൺലൈനിലുള്ളവർ, നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക കൂടെ വേണം. ഈ വചന ശുശ്രൂഷ അദ്ദേഹത്തിന്റെ ഒറ്റ ഒരു നിർബന്ധം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ മെസ്സേജ് ചെയ്യുന്നത്. തന്നെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അദ്ദേഹം കിടക്കുന്ന കണ്ടപ്പോൾ വലിയ സങ്കടം തോന്നി. ഞാൻ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്ന് ചെയ്യുന്നില്ലെങ്കിൽ പറ്റത്തില്ല, ചെയ്യണം, ഇന്നേക്ക് ആ മെസ്സേജ് എനിക്ക് കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ മെസ്സേജ് കേട്ട് കഴിയുമ്പോഴേക്കും തീരുന്നതിന് മുൻപായി ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി ആ മകനിലൂടെ വെളിപ്പെടണം. രോഗസൗഖ്യം ഉണ്ടാകണം. രോഗസൗഖ്യം നമ്മുടെ അവകാശമാണ്. ദൈവങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ആയിരിക്കുക. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. അധിക സമയം ഇന്ന് ഞാൻ നിൽക്കുകയില്ല എന്നതും ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് തരുന്ന കൃപയ്ക്കത്തോളം ഒരു അല്പനിമിഷം മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ആ സമയങ്ങളെ എടുക്കുകയുള്ളൂ എന്നതും പ്രാരംഭമായി അറിയിക്കട്ടെ. സാഹചര്യം മോശമായതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. ഇന്നൊരു അല്പനിമിഷം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് തന്നെ കഷ്ടതയുടെ നടുവിലും ദൈവിക ദർശനം എങ്ങനെ പ്രാപിക്കാൻ കഴിയും, പ്രാപിച്ചവർ ഉണ്ടോ, പ്രാപിച്ചവർ എങ്ങനെയാണ് പ്രാപിച്ചത് എന്നതുമാണ് നാം ഇപ്പോൾ അല്പനിമിഷമായി ചിന്തിക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒന്നിനു പുറകെ ഒന്നൊന്നായി നമ്മൾ അനുഭവിക്കുന്നവരാ. ഒരു കഷ്ടം മാറി ഒന്ന് നേരെ നിൽക്കുമ്പോഴാ അയ്യോ എന്റെ കഷ്ടം മാറിയല്ലോ എന്ന് ചിന്തിച്ച് കുനിഞ്ഞ് നിവർന്നു നിൽക്കുന്നതിന് മുൻപേ എന്റെ പ്രിയരെ അടുത്തത് വന്നു കഴിയും. ഇതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ. എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് തന്നെ കഷ്ടതയാണ്. കഷ്ടതയുടെ അനുഭവമാണ് ക്രിസ്തീയ ജീവിതത്തിന് ഉള്ളത് തന്നെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യേണ്ടി വരുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഇത് ഉല്ലാസത്തിന്റെ ജയത്തിന്റെയും ഒന്നും അല്ല. എന്റെ പ്രിയരെ, ഏത് നിമിഷവും പ്രയാസവും പ്രതികൂലവും നമ്മുടെ മുൻപിലുണ്ടാകും. ചിലരൊക്കെ കർത്താവിനെ അറിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ചിലർ പറയുന്നു, ഞങ്ങൾ അത് വാങ്ങിത്തരാം, ഇത് വാങ്ങിത്തരാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ചില വിശ്വാസികളെ കൂട്ടാറുണ്ട്. എന്നാൽ
ഒരു കാര്യം വ്യക്തമായി വിളിച്ചു പറയട്ടെ, കഷ്ടത നിറഞ്ഞതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിന്റെ ഒരു അനുഭവം ഞാൻ ആരംഭത്തിൽ തന്നെ പറയാം. മുൻപൊക്കെ ഉണ്ടായിരുന്ന ദൈവദാസന്മാർ കാടുകളും മേടുകളും ഒക്കെ കയറി ഇറങ്ങി സുവിശേഷവുമായി കടന്നുപോയ ചില സന്ദർഭങ്ങൾ മുൻപിലുള്ള ദൈവമക്കൾക്ക് പറയുവാൻ കഴിയും. ഭക്തന്മാരുടെ ജീവിതത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആഴ്ചയിലുള്ള 7 ദിവസവും എന്റെ പ്രിയരെ വാഹനങ്ങളില്ല. അന്നൊക്കെ സ്വന്തമായിട്ട് വാഹനങ്ങൾ പോലും ഇല്ല. എന്നാൽ ബസ് കയറി വേണം പോകാനായിട്ട്. വളരെയേറെ ദൂരം യാത്ര ചെയ്ത വിശ്വാസ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഭവനങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് മടങ്ങി വരുന്ന എത്രയോ ദൈവദാസന്മാർ അവർ മടങ്ങി വരുമ്പോൾ അവർക്കൊരു നല്ല സ്തോത്ര കാഴ്ച പോലും ചില സമയങ്ങളിൽ കിട്ടാറില്ലായിരുന്നു എന്നതാണ് സത്യം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എന്നാൽ അവർ മുടക്കമില്ലാതെ ഒരു ദിവസം പോലും മുടങ്ങാതെ അവർ ദൈവമക്കളെ അവർ പോയി കാണുകയും അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. നല്ല ഒരു ഭക്ഷണം പോലും ചില ദിവസങ്ങളിൽ ദൈവദാസന്മാർക്ക് കൊടുക്കുവാൻ ഇല്ലാതിരുന്ന ചില സന്ദർഭങ്ങൾ പറയുവാനായി കഴിയും. എത്ര പേർക്ക് അങ്ങനെ അതൊക്കെ ഉണരുവാൻ കഴിയുന്നു? എനിക്ക് പറയാൻ കഴിയും, എന്റെ ജീവിതത്തിലുണ്ട്. കാരണം എന്റെ മാതാവും പിതാവും അവർ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസീദാസനുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലപ്പോഴും ശുശ്രൂഷകൾ കഴിഞ്ഞു വരുമ്പോൾ ഒന്നും ഉണ്ടാവത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടായിരുന്ന എത്രയോ സന്ദർഭങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പറയുവാനായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരിക്കൽ നാട്ടിൽ ചെന്നപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളിൽ എന്റെ അമ്മച്ചി റോഡിൽ പോകുന്ന ഒരു ദൈവദാസനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് ബസ്സിന് കാശ് കൊടുക്കുന്നത് ഞാൻ കാണുവാനിടയായി. ഞാൻ ഇവിടുന്ന് ചെന്നപ്പോ അത് വലിയൊരു എമൗണ്ട് ഒന്നും ഇല്ല, പക്ഷേ ചെറിയൊരു എമൗണ്ടാണ്. പക്ഷെ അത് കൊടുത്തപ്പോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, കുറച്ച് എമൗണ്ട് ആണെങ്കിൽ പോലും കൊടുക്കാനുള്ള മനസ്സാണ്. അത് രണ്ടാമത് അവരെ വിളിച്ചിരുത്തി ആഹാരം കൊടുക്കുമ്പോൾ നല്ല കറി പോലും ഇല്ല എന്റെ പ്രിയ സഹോദരങ്ങളെ. എന്നിട്ടും അമ്മച്ചി ആഹാരം കൊടുക്കുക. പക്ഷേ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, ദൈവദാസന്മാർ അവർ എത്ര കഷ്ടങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്നവരെ അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നില്ല. എന്ത് അതിൽ നമുക്ക് ദൈവമല്ലേ സന്തോഷിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മനസ്സാലെ വിളിച്ചു കൊടുക്കുന്നത് പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുള്ളവരാ. എന്റെ പ്രിയ സഹോദരങ്ങളെ, അന്നത്തെ കാലത്തെ കഷ്ടങ്ങൾ ഇന്നുണ്ടോ? ഇന്ന് വാഹനമില്ലെങ്കിൽ ദൈവദാസന്മാർ യാത്ര ചെയ്യുമോ? പാട്ട് പാടണമെങ്കിൽ ഓർക്കസ്ട്ര വേണം. ഓർക്കസ്ട്ര ഇല്ലെങ്കിൽ അവർ പാട്ട് പാടുമോ? അങ്ങനെ എനിക്ക് ഒരുപാട് പറയുവാനുണ്ട്. അങ്ങനെ പോയാൽ എന്റെ വചനത്തിലേക്ക് എനിക്ക് കടക്കാൻ കഴിയുകയില്ല. ഞാൻ അവിടെ വിട്ടു പോരട്ടെ. ആകയാൽ ഒറ്റ വാക്കിലൂടെ പറയട്ടെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കഷ്ടതയുടെ ജീവിതമാണ്. ഹല്ലേലൂയ. അനേക ഭക്തന്മാർ കഷ്ടതയുടെ നടുവിലും വിജയം പ്രാപിച്ചത് വചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ഒന്നൊന്നായി അല്പനിമിഷം നമുക്ക് ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു, അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവ പൈതലേ, കർത്താവിന്റെ അരുമ ശിഷ്യനായിരിക്കുന്ന യോഹന്നാൻ പത്മോസിലേക്ക് നാടുകടത്തപ്പെട്ടു. നമുക്ക് ആ ചരിത്രം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. നമുക്കറിയാം, ചരിത്രം പരിശോധിക്കുമ്പോൾ AD 81-ലും 96 കാലഘട്ടങ്ങളിൽ ഡൊമിഷ്യൻ ചക്രവർത്തിയാൽ യോഹന്നാൻ നാടുകടത്തപ്പെട്ടു. പത്മോസ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് പ്രിയരെ? പത്മോസിന്റെ അനുഭവം എന്താണ്? ഹല്ലേലൂയ. അങ്ങനെ നാം പത്മോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അഥവാ ചിന്തിക്കുമ്പോൾ ഏഷ്യ മൈനറിന്റെ വടക്ക് പടിഞ്ഞാറ് തീരത്ത് നിന്നും 35 മൈൽ അകലെ ഈജിപ്ഷ്യൻ സമുദ്രത്തിൽ വിജനവും പാറക്കെട്ടുകളാൽ നിബിഡവുമായ ഒരു ദ്വീപാണ് ഈ പത്മോസ് ദ്വീപ് എന്ന് പറയുന്നത്. പ്രിയരെ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, 4 ചുറ്റും സമുദ്രം, പാറക്കെട്ടുകൾ. അവൻ അത് മാത്രമാണോ? വന്യമൃഗങ്ങൾ ഉള്ള ഒരു ദ്വീപാണ് ഈ പത്മോസ് ദ്വീപ് എന്ന് പറയുന്നത് തന്നെ. മാത്രമല്ല, ഒരു മനുഷ്യൻ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവൻ നിശ്ചയമായി
മടങ്ങി വരികയില്ല. വന്യമൃഗങ്ങൾ അപ്പോൾ തന്നെ കടിച്ച് കീറും. അതാണ് പത്മോസിന്റെ ഒരു അനുഭവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരേ, അന്നത്തെ റോമൻ ഗവൺമെന്റ് നടപ്പിലാക്കിയിരുന്ന ശിക്ഷകൾ എന്ത് എന്ന് ചോദിച്ചാൽ, അലടിയ തിളപ്പിച്ച വെള്ളത്തിൽ മുക്കുക, മാത്രമല്ല നാടുകടത്തുക, കുരിശിൽ തറയ്ക്കുക. ഇതൊക്കെയായിരുന്നു അന്നത്തെ റോമൻ ഗവൺമെന്റിന്റെ ശിക്ഷകൾ എന്നതും നാം ചിന്തിച്ചു കൊള്ളണം. മാത്രമല്ല പ്രിയ ദൈവ പൈതലേ, പത്മോസിന്റെ ഏകാന്തതയിലും യോഹന്നാൻ തളർന്നു പോയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം എന്താ? യോഹന്നാൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു എന്നത് മനസ്സിലാക്കി കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. 9-10 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും സഹിഷ്ണുതയിലും ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. മാത്രമല്ല കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി എന്നവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, പത്മോസിന്റെ ഏകാന്തതയിലും യോഹന്നാൻ ഭയപ്പെട്ടില്ല, അധൈര്യപ്പെട്ടില്ല. ധൈര്യത്തോടുകൂടെ യോഹന്നാൻ ആയിരുന്നു എന്നതിന് കാരണം യോഹന്നാൻ ദൈവമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, ഹല്ലേലൂയ, പതറി നിൽക്കുവാനല്ല, പതറി പോകുവാനല്ല നാം ദൈവ പൈതലെ നാം ആയിരിക്കേണ്ടുന്നത്. അപ്പോൾ തന്നെ ദൈവത്തിന്റെ അരികിലേക്ക് ഓടിച്ചെല്ലണം. അടുക്കയത്ര, ദൈവത്തോട് അടുക്കയത്ര വേണ്ടിയത്. എത്ര പേർക്ക് അങ്ങനെ ചെയ്യുവാനായിട്ട് കഴിയുന്നു? നമുക്കറിയാം, ഒരു ചെറിയൊരു ഭയം തട്ടിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ, ചിലർക്ക് എന്താ ചെയ്യുന്നത്? ഓടിച്ചെന്ന് ഒരൊറ്റ ഓട്ടത്തിന് ചെന്ന് 91 സങ്കീർത്തനം വായിക്കുന്നത് കാണുവാൻ കഴിയും. പലരും അങ്ങനെയാ. ഹല്ലേലൂയ. 91 സങ്കീർത്തനം വായിച്ചു കഴിയുമ്പോൾ അവർക്ക് എവിടുന്നെങ്കില്ല ധൈര്യം വരുന്നെന്ന് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് ഇന്നത്തെ പലരും. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൈതലേ, നിന്റെ പ്രയാസ പ്രതികൂല മേഖലയിൽ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? മുട്ടിന്മേൽ നിൽക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ദൈവത്തോട് നിലവിളിക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? നിന്റെ കഷ്ടങ്ങൾ, നിന്റെ വേദനകൾ, നിന്റെ ദുഃഖങ്ങൾ, നിന്റെ പ്രയാസങ്ങൾ എന്റെ അപ്പനോട് പറയുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? അപ്പനുമായിട്ട് നിനക്കൊരു ബന്ധമുണ്ടോ? Praise the Lord. Hallelujah. Hallelujah. അതോ ഒരു കഷ്ടം വന്നാലോടെ ഏതെങ്കിലും ഒരു ദൈവദാസന്റെ നമ്പർ എടുത്ത് വെച്ച് അങ്ങ് വിളിച്ചേക്കുക, അല്ലെങ്കിൽ ഒരു ദൈവദാസിയുടെ നമ്പർ എടുത്ത് വെച്ച് വിളിക്കുക. എന്നിട്ട് അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഇവരവിടെ മാറിയിരിക്കും. ഇന്നത്തെ ജനം അങ്ങനെയാ. ഒന്നും അവർക്ക് കഷ്ടപ്പെടാൻ കഴിയത്തില്ല. മലയാളത്തിൽ ചൊല്ലില്ലേ, കൈ നനയാതെ മീൻ പിടിക്കുക എന്ന്. അത് തന്നെയാണ് ചിലർ ഇങ്ങനെ തന്നെയാ ചിലരുടെ ജീവിതവും. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, പത്മോസിൽ ഒരു വ്യക്തി പോലും യോഹന്നാനെ സഹായിക്കുവാനല്ല, അല്ലെങ്കിൽ യോഹന്നാൻ ജീവനോട് ഉണ്ടോ എന്ന് പോലും ചോദിക്കുവാനോ പറയുവാനോ ഇല്ല. വന്യമൃഗങ്ങളുള്ള ആ പത്മോസിലാണ് യോഹന്നാൻ ആയിരുന്നത്. എന്നാൽ അവിടെയും യോഹന്നാൻ ദൈവത്തോട് കൂടെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, കഷ്ടതയിലും ദൈവിക ദർശനം പ്രാപിക്കുവാൻ കഴിയും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് തുടങ്ങുക. നിന്റെ ഏത് പ്രതിസന്ധി ആയിരുന്നാലും, നീ ഇപ്പോൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് കഷ്ടമായിരുന്നാലും, യോഹന്നാനെ പോലെ ദൈവമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക. കർത്താവുമായിട്ടൊരു ബന്ധമുണ്ടാകട്ടെ. നിന്റെ കഷ്ടങ്ങൾ മാറുമെന്നേ ദൈവം നിന്നോട് നേരിട്ട് ഇറങ്ങി വന്ന് സംസാരിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വിശ്വാസമുള്ള ദൈവജനം ഇരിക്കുന്ന ഇടത്ത് ഒന്ന് ദൈവത്തെ സ്തുതിച്ച് തുടങ്ങുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, നമുക്കറിയാം, ശ്രേഷ്ഠ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ താൻ ആരായിരുന്നു എന്നത് യെശയ്യാവിന് തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ശുദ്ധിയില്ലാത്ത ആധരങ്ങളുള്ള ഒരു മനുഷ്യൻ. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ. പ്രൈസ് ദി ലോർഡ്. സത്യത്തിൽ യെശയ്യാവിനെ കവിഞ്ഞൊരു പ്രവാചകൻ ഇല്ല എന്റെ പ്രിയരെ. ഹല്ലേലൂയ. എന്നാൽ യെശയ്യാവ് ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ യെശയ്യാവ് വിളിച്ചു പറയുക: അയ്യോ,
ഞാൻ ശുദ്ധിയില്ലാത്ത ആധാരമുള്ള ഒരു മനുഷ്യൻ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുഞ്ഞെ, നമ്മെ തന്നെ ഒന്ന് ശോധന കഴിക്കണം. പ്രൈസ് ദി ലോർഡ്. നാം ആരാണ്? നാം എങ്ങനെയാണ് ജീവിക്കുന്നത്? ദൈവഹിത പ്രകാരമുള്ള ജീവിതമാണോ നമ്മുടേതെന്ന് അന്ന് ഒരല്പം പുറകിലേക്ക് നാം ഒന്ന് ചിന്തിച്ച് നമ്മളെ ശോധന കഴിച്ച് ദൈവസന്നിധിയിൽ എന്തെങ്കിലും നിരപ്പ് പ്രാപിക്കാനുണ്ടെങ്കിൽ പ്രാപിച്ചു കൊള്ളണം. ഹല്ലേലൂയ. ഇവിടെ ശ്രേഷ്ഠ പ്രവാചകൻ പറയുന്നു, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത ആധാരമുള്ള ഒരു മനുഷ്യൻ. പ്രിയരെ, ഇവിടെ യെശയ്യാവ് ദർശനം പ്രാപിച്ചപ്പോൾ ദൈവാത്മാവിൽ താൻ നിറയപ്പെടുമ്പോൾ കുറ്റബോധവും പശ്ചാത്താപവും എല്ലാം യെശയ്യാവിനുണ്ടാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഓട്ടോമാറ്റിക്കലി യെശയ്യാവിനുണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഒരു വ്യക്തി യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ തന്റെ കടന്നകാല ജീവിതത്തിലേക്ക് തനിക്ക് തിരിഞ്ഞു നോക്കുവാൻ കഴിയും. താൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ, താൻ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് തനിക്ക് ഓർമ്മയുണ്ടാകും. താൻ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ ഇടയായിത്തീരും. മറിച്ച് അയ്യോ, ഞാൻ ഒരു പാപവും അറിയാത്തൊരു വ്യക്തിയാണ്, ഒരു പാപവും ഞാൻ ചെയ്യത്തില്ല, ഞാൻ ഒരു തെറ്റും ചെയ്യത്തില്ല. അയ്യോ കുഞ്ഞേ, നിന്നെ തന്നെ നീ വഞ്ചിക്കുക കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, അങ്ങനെ തെറ്റില്ല എന്ന് പറഞ്ഞാൽ പാപത്തിലേക്ക് പിന്നെ പിന്നെ വലിച്ചിഴച്ചു കളയും എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. നമ്മെ പാപത്തിലേക്ക് വലിച്ചിഴക്കുന്നത് അത് സാത്താന്റെ തന്ത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ സാത്താൻ ഉണ്ടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയാമോ? കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും സഭകളിലും പൊതുതലങ്ങളിലും സമൂഹത്തിലും എല്ലാം ചിത്രിപ്പുണ്ടാക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അസമാധാനം സൃഷ്ടിക്കുക. ഇത് പിശാചിന്റെ പണിയാ, സാത്താന്റെ തന്ത്രം. പ്രൈസ് ദി ലോർഡ്. അവന്റെ ഏക തന്ത്രം എന്താണെന്നറിയാമോ? നമ്മുടെ സമാധാനത്തെ അത് പറിച്ചു കളയുക, നമ്മളിൽ നിന്ന് സമാധാനം നഷ്ടപ്പെടുത്തി കളയുക. ഇത് മാത്രമേ പിശാചിന് ചിന്തിക്കാനുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, എവിടെ യെശയ്യാവ് ദർശനം പ്രാപിച്ചപ്പോൾ, ഹല്ലേലൂയ, യെശയ്യാവ് ദർശനം പ്രാപിച്ചപ്പോൾ താൻ ശുദ്ധിയില്ലാത്ത ആധാരമുള്ള ഒരു മനുഷ്യൻ എന്ന് ഹല്ലേലൂയ തനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാമും തന്നെത്താൻ ശോധന ചെയ്ത് ജീവിക്കേണ്ടുന്നത് ആവശ്യമായിരിക്കുന്നു. നമുക്കറിയാം, ഭക്തനായ ഇയ്യോബിന്റെ ചരിത്രം നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. സാത്താൻ പരീക്ഷിക്കേണ്ടതിന് ദൈവത്തോട് ഹല്ലേലൂയ ഈ ഇയ്യോബിനെ കുറിച്ച് ഹല്ലേലൂയ ഒന്ന് ചോദിക്കുക, ഒരു അനുവാദം ചോദിക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നു. യഹോവയായ ദൈവം ഇയ്യോബിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ട്. എന്താ പറയുന്നത്? നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭക്തനായ ഇയ്യോബിന് വളരെയധികം പ്രതികൂലങ്ങൾ നേരിട്ടു എന്നത് നമുക്കറിയാം. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇയ്യോബിന്റെ ശരീരമാസകലം വ്രണബാധിതനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സോറിയാസിസ് വന്നു എന്ന് വേണം പറയുവാൻ. ഓട്ടിൻ കഷണം എടുത്തു വെച്ച് ഹല്ലേലൂയ ദൈവമക്കളെ, ഇയ്യോബ് തന്റെ ശരീരത്തെ ചൊറിഞ്ഞുകൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അത് മാത്രമാണോ? തന്റെ സമ്പത്ത്, ആടുമാടുകൾ, ഹല്ലേലൂയ, മാത്രമല്ല ഒട്ടകങ്ങൾ തുടങ്ങി വസ്തുവകകൾ എല്ലാം സകലതും ഇയ്യോബിന് നഷ്ടപ്പെട്ടു. കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന നമുക്കറിയാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സുഖമില്ലാത്ത അവസ്ഥയാണെങ്കിൽ എന്റെ പ്രിയരെ, എത്ര അസമാധാനമാണ് നമുക്കുണ്ടാകുന്നത്. നമ്മുടെ സകലത നഷ്ടപ്പെട്ട അവസ്ഥയാ. നമുക്ക് കൈ ഓടത്തില്ല, കാല് ഓടത്തില്ല, നമ്മൾ ആകെ തകർന്നു പോകും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു സുഖമില്ലാത്ത അവസ്ഥ വന്നു കഴിയുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇയ്യോബിന്റെ ജീവിതത്തിൽ വലിയ നഷ്ടം, പെരുനഷ്ടം, സകലതും നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ഈ സമയമാണ് ഹല്ലേലൂയ ദൈവ പൈതലെ നോക്കണം. ഇവിടെ സാത്താൻ വന്ന് ദൈവത്തോട് അനുവാദം ചോദിക്കുക, എനിക്ക് ഇയ്യോബിനെ ഒന്ന് പരീക്ഷിക്കണം. പിന്നെ എന്തൊരു കാര്യമാ, എനിക്ക് ഇയ്യോബിനെ ഒന്ന് പരീക്ഷിക്കണമെന്ന്. അപ്പൊ കർത്താവ് ദൈവം പറഞ്ഞെന്താണെന്നറിയാമോ? എന്ത് വേണം ചെയ്തോണം, പക്ഷേ അവിടെ ജീവനെ നീ തൊടുവാൻ നിനക്ക് അവകാശമില്ല. ഓ ഗ്ലോറി. ഹല്ലേലൂയ. അവിടെ ഇയ്യോബിന്റെ ജീവനെ നീ തൊട്ടരുത് എന്ന് ദൈവം കൽപ്പിച്ചു. ഹല്ലേലൂയ. നോക്കണം ദൈവമക്കളെ, ഇത്രത്തോളം
ഇത്രത്തോളം പ്രതികൂലങ്ങൾ താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇയ്യോബിന് താങ്ങും തണലുമായി നിൽക്കേണ്ടുന്ന ഭാര്യ എന്താ പറഞ്ഞതറിയാമോ? മനുഷ്യ, ഇനിയെങ്കിലും നിന്റെ ദൈവത്തെ അങ്ങ് തള്ളിപ്പറഞ്ഞിട്ട് പോയി ചത്തുകളക എന്നാണ് പറഞ്ഞത്. നോക്കണം ദൈവമക്കളെ. എന്നാൽ ഹല്ലേലൂയ, ഇയ്യോബ് തന്റെ ഭാര്യയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നു, നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നു. എന്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി എന്റെ ദൈവത്തെ കാണും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ദേഹരഹിതനായി എന്റെ ദൈവത്തെ കാണും. ഇയ്യോബിനെ ആശ്വസിപ്പിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല എന്റെ പ്രിയ സഹോദരങ്ങളെ. എന്നാൽ ഈ സമയമൊക്കെ ഇയ്യോബ് എന്താ ചെയ്തുകൊണ്ടിരുന്നറിയാമോ? തന്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ ഓൺലൈൻ മാധ്യമത്തിലായിരിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരു വിഷമം വരുമ്പോൾ, നമുക്കൊരു കഷ്ടത വരുമ്പോൾ നമ്മുടെ സ്നേഹിതർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണോ? എന്നാൽ ഇവിടെ ഇയ്യോബിന് സകലത നഷ്ടപ്പെട്ടപ്പോഴും തന്റെ സ്നേഹിതർക്ക് വേണ്ടി താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഇയ്യോബ് സുഹൃത്തുക്കളോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ എന്നെ വ്യസനിപ്പിക്കുന്ന സ്നേഹിതർ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ വ്യസനിപ്പിക്കുന്ന സ്നേഹിതർ. ഇയ്യോബിന്റെ പുസ്തകം 42-10 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, ഇയ്യോബ് സ്നേഹിതന്മാർക്കായി പ്രാർത്ഥിച്ചു, തന്റെ അവസ്ഥകൾക്ക് ഭേദം വരുത്തി. ഹല്ലേലൂയ. തനിക്ക് നഷ്ടമായതിനെ ഇരട്ടിയായി ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. കഷ്ടതയുടെ നടുവിലും പ്രാർത്ഥനയുണ്ടോ? ഹല്ലേലൂയ. കഷ്ടതയുടെ നടുവിലും പ്രാർത്ഥനയുണ്ടോ? ജീവിതം വിജയകരമായി മാറും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന എന്ന കവചം ധരിച്ചിട്ടുണ്ടോ? നീ തകർന്നു പോകുകയില്ല കുഞ്ഞേ, നീ തകർന്നു പോകുകയില്ല. ശത്രുവായവൻ നിന്നെ നോക്കി വെല്ലുവിളിക്കും. നിന്നെ ഒരു സ്റ്റെപ്പ് കൂടെ മുൻപോട്ട് വിടുകയില്ല എന്ന് നിന്നെ കണ്ടുകൊണ്ട് വാദിച്ച് നിന്നെ വെല്ലുവിളിക്കുന്ന ഒരനുഭവം പിശാച് കൊണ്ടുവരും. പക്ഷേ കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടോ? നിനക്ക് അവിടെ വിജയം കണ്ടെത്തുവാൻ കഴിയും, ദർശനം പ്രാപിക്കുവാൻ കഴിയും, വിടുതൽ പ്രാപിക്കുവാൻ കഴിയും. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. ഇയ്യോബ് സകലതും നഷ്ടപ്പെട്ടു. സ്വന്തം ഭാര്യ പോലും തള്ളിപ്പറഞ്ഞ അവസ്ഥ ഉണ്ടായി. ആ സമയത്ത് പോലും തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയ ദൈവ പൈതലെ, 42-5 വാക്യത്തിൽ പറയുന്നു, ഇയ്യോബ് പറയുന്നു, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. എന്തൊരു പ്രത്യാശ എന്റെ പ്രിയരെ. ഇതാണ് പ്രത്യാശ ജീവിതം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഷ്ടതയുടെ തീച്ചുള കടന്നു വന്നപ്പോൾ ദൈവത്തെ മുഖാമുഖം കാണുവാൻ ഇയ്യോബിന് സാധിച്ചു എന്നതാണ് ഇയ്യോബിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, ഇയ്യോബിന്റെ ജീവിതത്തിൽ നേരിട്ടതിനെ, ഹല്ലേലൂയ, ഇയ്യോബിന്റെ ജീവിതത്തിൽ നേരിട്ടതിലും വലിയ കഷ്ടതയാണോ കുഞ്ഞെ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നമ്മെ തന്നെ ഒന്ന് ശോധന കഴിച്ചുകൊണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കണം. നമുക്കറിയാം, ഭക്തനായ ദാനിയേലിനെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദാനിയേലിനെ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് വലിച്ചെറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലെ, ഹല്ലേലൂയ, സിംഹങ്ങളുടെ ഗുഹയിലേക്ക് ഭക്തനെ വലിച്ചെറിഞ്ഞപ്പോഴും ഹല്ലേലൂയ ദാനിയേൽ പതറിയില്ല. ഹല്ലേലൂയ. ദാനിയേലിനോട് നിശ്ചയമുണ്ടായിരുന്നു. ദാനിയേലിന് അറിയാമായിരുന്നു, ഹല്ലേലൂയ, ഇസ്രായേലിന്റെ ദൈവം ഞങ്ങളെ വിടുവിക്കും എന്നത്. ഹല്ലേലൂയ. ദാനിയേലിനോട് നിശ്ചയമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ശദ്രക്കും മേശക്കും അബേദ്നെഗോവിനെ തീച്ചൂളയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. പക്ഷേ അവർ പതറിയില്ല. എന്റെ സഹോദരങ്ങളെ, എന്താണ് അതിന്റെ കാരണം? ഹല്ലേലൂയ. അവർക്കറിയാമായിരുന്നു, അവർ വിശ്വസിക്കുന്ന ദൈവം അവരെ വിടുവിക്കുക തന്നെ ചെയ്യും എന്നത് അവരുടെ വിശ്വാസമായിരുന്നു, അവരുടെ ഏറിയ പ്രത്യാശയായിരുന്നു. കഷ്ടതയിലും പ്രാർത്ഥനയുണ്ടോ? കഷ്ടതയിലും ഹല്ലേലൂയ കരച്ചിലുണ്ടോ? നിലവിളിയുണ്ടോ? നീ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കഴിയുന്നുണ്ടോ കുഞ്ഞേ? ദൈവിക ദർശനം നിനക്ക് പ്രാപിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇയ്യോബ് പറയുന്നു, ഇപ്പോഴോ എന്റെ കണ്ണിൽ നിന്നെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ശലോമോൻ പ്രാർത്ഥിച്ചു, ആകാശത്തിൽ നിന്ന് തീ ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. ശലോമോന്റെ പ്രാർത്ഥനയിൽ
ആകാശത്ത് നിന്ന് തീ ഇറങ്ങി. 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഹല്ലേലൂയ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, തീ ഇറങ്ങിയതും ആലയത്തിൽ യഹോവയുടെ തേജസ്സും ഇസ്രായേൽ മക്കളൊക്കെയും കണ്ടപ്പോൾ അവർ കൽക്കളത്തിൽ സാഷ്ടാംഗം വീണു. പ്രൈസ് ദി ലോർഡ്. യഹോവയെ നമസ്കരിച്ചു. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും ഉള്ളതെന്ന് ചൊല്ലി സ്തുതിച്ചു. ഹല്ലേലൂയ. പ്രിയരെ, 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് നിന്നും തീ ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, ഇവിടെ ദേവാലയത്തിന്റെ പണി പൂർത്തീകരിച്ചപ്പോൾ യഹോവയുടെ ആലയത്തിൽ തേജസ് നിറഞ്ഞു എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. എല്ലാവരും ആ തേജസ്സിന് മുൻപിൽ സാഷ്ടാംഗം വീണു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം കാണുവാൻ കഴിയുന്നു. ഇന്ന് ഈ ഓൺലൈൻ മാധ്യമത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ, പ്രിയരെ, ഒരുമിച്ചുള്ള പ്രാർത്ഥന അത് വലിയ വിടുതലായി മാറും. ഒരുമിച്ചുള്ള പ്രാർത്ഥന അത് വലിയ അത്ഭുതങ്ങളെ കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്. അവർ ഒരുമിച്ച് പാടി. എന്താണെന്നറിയാമോ? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവർ പാടി, അവർ ദൈവത്തെ ആരാധിച്ചു. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന്. പ്രിയ സഹോദരങ്ങളെ, പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിനകത്ത് ആമേൻ ഹല്ലേലൂയ അഭിഷേകം പ്രാപിക്കുവാൻ, ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ, മാനസാന്തരം ഉണ്ടാകുവാൻ ഒരുമിച്ചുള്ള പ്രാർത്ഥന ആവശ്യമാണ്. എത്ര പേർക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. എത്ര പേർക്ക് ഒരുമിച്ച് പ്രാർത്ഥനയുണ്ട്? ഇന്നേക്ക് പലപ്പോഴും പല കുടുംബങ്ങളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, പലരും പല വിധത്തിൽ ബിസിയാ, തിരക്കാ. ദൈവത്തെ ആർക്ക് വേണം? ആര് ദൈവത്തെ അന്വേഷിക്കുന്നു? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? ആർക്കും തന്നെ പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ പ്രാർത്ഥിക്കുവാനോ പാടുവാനോ ഒന്നിനും സമയമില്ലാത്ത ഒരു അന്തരീക്ഷം. അതുകൊണ്ട് ഒരുമിക്കുവാൻ കഴിയുന്നില്ല. ഇന്ന് ഈ രാത്രിയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ഒന്ന് സ്വയം ഒന്ന് പരിശോധന കഴിക്കണമേ. പലരും പല വിധത്തിൽ ആയിരിക്കുന്നു. എന്നാൽ ഈ നാളുകളായി അഭിഷേകത്തിന്റെ തീ ഇറങ്ങണമെങ്കിൽ കുഞ്ഞേ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ശലോമോൻ ആലയത്തിൽ ഒരുമിച്ചപ്പോൾ ഹല്ലേലൂയ അവിടെ കൂടി വന്നവരും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. എന്താ സംഭവിച്ചത്? സ്വർഗത്തിൽ നിന്നും ഹല്ലേലൂയ ആലയത്തിനകത്തേക്ക് തീ ഇറങ്ങുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, ഭർത്താവ് ഒരു വഴിക്ക്, ഭാര്യ ഒരു വഴിക്ക്, കുഞ്ഞുങ്ങൾ അവരവരുടെ വഴിക്ക് എങ്കിൽ എങ്ങനെ ഒരുമിക്കാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. അവിടെ തീ ഇറങ്ങുമോ എൻ്റെ പ്രിയരെ? വഴക്കായി, മല്ലായി, ശബ്ദങ്ങളായി, കോലാഹലങ്ങളായി, വാർത്തകളായി ഇന്നേക്ക് അനേക കുടുംബങ്ങൾ ഇന്നേക്ക് അങ്ങനെയൊക്കെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് അന്ത്യകാലമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അഭിഷേകത്തിന്റെ ശക്തി, തീ സകലരിലും വ്യാപരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രിയരെ, ദർശനമുള്ളവർ ചുരുക്കമാണ്. ഹല്ലേലൂയ. എല്ലാം ഉണ്ട്, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, പ്രസംഗമുണ്ട്, സാക്ഷ്യമുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ഹല്ലേലൂയ ദർശനമില്ല. ഇന്നേക്ക് അനേകരുടെ ജീവിതത്തിലും ദർശനമില്ലാതെയായിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതൽ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 9-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ പത്രോസ് ഉറക്കത്തിൽ ഭാരപ്പെട്ടു ഉണർന്ന ശേഷം അവൻ തേജസ്സിനെയും അവനോടുകൂടെ നിൽക്കുന്ന 2 പുരുഷന്മാരെയും കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, പത്രോസ് ഉറക്കത്തിൽ ദർശനം കാണുന്നത് ഇവിടെ വ്യക്തമാക്കുകയാണ്. ഇന്നേക്ക് എത്ര പേർക്ക് ദർശനമുണ്ട്? ഉറക്കത്തിൽ ഹല്ലേലൂയ ദർശനമുണ്ടോ? സ്വപ്നമുണ്ടോ? അയ്യോ, പിന്നെ സ്വപ്നമില്ലയോ? ഈ സ്വപ്നം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നും സ്വപ്നമുണ്ടല്ലോ. അതല്ലേ പാമ്പ് വരുന്നതും ബർഗാലി വരുന്നതും ഒച്ചു വരുന്നതും ഇതൊക്കെയാ വിളിച്ചു പറയുന്നത്. ഇതൊക്കെയാണ് സ്വപ്നങ്ങൾ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെയല്ല. ഹല്ലേലൂയ. നല്ല പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് ദർശനം ദൈവം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഗാധവും ഗൂഢമായിരിക്കുന്ന കാര്യാദികളെ വെളിപ്പെടുത്തുന്നവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ റോഡിൽ സിസ്റ്റർ റോസ്ലിൻ സുരേഷ് പ്രാർത്ഥിക്കുമ്പോൾ കേരളത്തിലുള്ള സഹോദരന് വിടുതലുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അവരുടെ കടബാധ്യതകൾ മാറിപ്പോകണം. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. ഇതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ രോഗികൾ സൗഖ്യമാകും.
ഉണ്ടാകണം, ഭൂതങ്ങൾ പുറത്താക്കപ്പെടണം, പിന്മാറ്റക്കാർ തിരികെ വരണം, മടങ്ങി വരണം. പ്രിയരെ, ഇതാണ് പ്രാർത്ഥന. അല്ലാതെ കണ്ടതെല്ലാം വിളിച്ചു പറയുന്നതല്ല. എനിക്ക് അനേക ഇടങ്ങളിലും അങ്ങനെയൊക്കെയാ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കണ്ണടച്ചിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയും. പക്ഷേ എന്റെ ദൈവ പൈതലേ, അതല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയിൽ ദർശനം ഉണ്ടാകണം, വെളിപ്പാടുണ്ടാകണം, കാഴ്ചകൾ ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഇന്നേക്ക് അനേകരും ആത്മീയ ഉറക്കത്തിലാണെന്നുള്ളത് ഓർത്തുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം യോനയുടെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. യോന കപ്പലിന്റെ അടിത്തട്ട് സുഖമായിട്ട് കിടന്നിറങ്ങുകയാണ്. ഹല്ലേലൂയ. സുഖമായിട്ട് കിടന്നുറങ്ങിയ. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? തനിക്ക് ചുറ്റിലും എന്ത് സംഭവിക്കുന്നത് പോലും യോനയ്ക്ക് അറിയില്ല. എന്നാൽ യോന കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക. പ്രിയ ദൈവ പൈതലേ, യോനയുടെ അനുഭവം ഹല്ലേലൂയ നാം ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്കറിയാം. യോനയോട് പറഞ്ഞത് എന്താ? നിനവെ പട്ടണത്തിനെതിരായി പോയി പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ യോന തർശീശ് കപ്പലിലേക്ക് കയറിയിരുന്നു. ശേഷം എന്ത് ചെയ്ത്? അടിത്തട്ടിൽ പോയി കിടന്ന് സുഖമായിട്ട് അങ്ങ് ഉറങ്ങി. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ആത്മീയ ഉറക്കം കൊണ്ടെത്തിക്കുന്ന എവിടേക്കാണെന്ന് അറിയാമോ? പാപത്തിലേക്കാണ്. മറന്നു പോകരുത്. ഹല്ലേലൂയ. ദിനവേക്കെതിരെ പ്രസംഗിക്കുവാൻ ദൈവം കൽപ്പിച്ചു. പക്ഷേ ഹല്ലേലൂയ യോന തർശീശ് കപ്പൽ കയറി. വലിയ കാറ്റും മറ്റുമൊക്കെ വലിയ കോളുമൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടായി. കപ്പൽ മുങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, എന്നാൽ ഇതൊന്നും യോനയ്ക്ക് അറിയുന്നില്ല. യോന അറിയുന്നില്ല. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, നമുക്ക് ചുറ്റും എന്താ സംഭവിക്കുന്നെന്ന് പോലും നമുക്കറിയാതെയായി ഇന്നേക്ക് നാം ആയിരിക്കുന്നത്. എന്നാൽ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. നശിക്കുന്ന അല്ലെങ്കിൽ ഹല്ലേലൂയ രക്ഷയുടെ മാർഗത്തിലേക്ക് വരാത്തവർ എത്രയോ പേർ. പ്രൈസ് ദി ലോർഡ്. അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയ ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. അവരാരും ഹല്ലേലൂയ സത്യത്തെ അവർ അറിയുന്നില്ല, തിരിച്ചറിയുന്നില്ല. പ്രിയരെ, ഹല്ലേലൂയ കർത്താവ് രാജാവുമായിരിക്കുന്ന യേശു മശിഹ വരാൻ പോകുന്നു എന്ന സത്യം അവർ തിരിച്ചറിയാതെ ഈ ലോകത്തിൽ അങ്ങ് ജീവിച്ചു പോകുകയാ. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ, കണ്ണുനീരോടെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഹല്ലേലൂയ യോന ഇതൊന്നും അറിയാതെ താൻ ആയിരിക്കുകയാണ്. ഹല്ലേലൂയ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ എന്താണെന്നറിയാമോ ദൈവമക്കളെ? ആരും അറിയുന്നില്ല എന്നാണ് പലരും ചിന്തിക്കുന്നത്. പലരും മൗനമായിട്ട് അങ്ങ് പോകുകയാ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ വലിയ കാറ്റും കോളും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകും. ആയിരിക്കുന്ന മേഖല മുങ്ങിപ്പോകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാം ആയിരിക്കുന്ന മേഖലയുണ്ടല്ലോ, ഹല്ലേലൂയ ഇപ്പോഴെപ്പോഴും ഇങ്ങനെ അങ്ങ് പോകുമെന്ന് വിചാരിക്കരുത്. ഒരു നിരത്തിൽ ഒരു സമയം ഹല്ലേലൂയ വലിയ ഈ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ട്രാക്ക് മുങ്ങിപ്പോകും. എന്റെ പ്രിയരെ, രക്ഷിക്കുവാൻ ആരും ഉണ്ടായി എന്ന് വരികയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ യോന പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ അതിനു മുൻപായിട്ട് അവർ ചീട്ടിട്ടു. ഇത് ആരുടെ പേരിലാണ് ചീട്ട് വീണത്? എന്താണ് പ്രശ്നം? ഈ കപ്പിത്താന്മാർ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ചീട്ടിട്ടപ്പോൾ ചീട്ട് വീണത് യോനയുടെ പേരിലാണ്. പ്രൈസ് ദി ലോർഡ്. യോന, ഇതാരാണ് യോന? അവർ കണ്ടുപിടിച്ചു. ഈ കപ്പലിന്റെ അടിത്തട്ടിൽ സുഖമായി കിടന്നിറങ്ങുന്ന ഒരു വ്യക്തി. ഇത്രയും വലിയൊരു കോളിളക്കങ്ങൾ ഉണ്ടായപ്പോഴും താങ്കൾ ഇങ്ങനെ കിടന്നുറങ്ങുകയാണോ? താൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ യോന പറയുന്നു, ഞാനൊരു എബ്രായനാണ്. ഹല്ലേലൂയ. ഞാനൊരു എബ്രായനാണ്. കടലും കരയും ഉണ്ടാക്കിയ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു. പ്രൈസ് ദി ലോർഡ്. 12-ാം വാക്യത്തിൽ പറയുന്നു, എന്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കും. നോക്കണം, യോന തന്നെ പറയുക, ഞാനാണ് ഇതിന് കാരണക്കാരൻ. ഹല്ലേലൂയ. ഇതിന് മറ്റാരും കാരണക്കാരനല്ല, ഞാനാണ് ഇതിന് കാരണക്കാരൻ. ആകയാൽ യോന പറയുന്നു, എന്നെ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ കഷ്ടപ്പെടേണ്ട, നിങ്ങൾ എന്നെ കരയിലോട്ടൊന്ന് എടുത്തെറിഞ്ഞേര് എന്ന് പറയുകയാണ്. എടുത്തിട്ടേരെന്നാണ് പറയുന്നത്. എല്ലാം ശരിയായി പോകുമെന്ന്. എന്നാൽ യോനയെ സംരക്ഷിക്കുവാൻ ദൈവം ഒരു മഹാ മത്സ്യത്തെ സൃഷ്ടിച്ചാക്കി, കൽപ്പിച്ചാക്കി. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, ദൈവത്തിന് മറവായി ഒന്നുമില്ല കേട്ടോ. ഹല്ലേലൂയ. ദൈവം എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവാൻ മറന്നു പോകരുത്. അല്ല എങ്കിൽ നീ എവിടെ ചെന്നാലും നിന്നെ ഓടിച്ചിട്ട് പിടിക്കും. അവിടിട്ട് ദൈവം നിന്നെ കൂടെ അത് ചെയ്യിക്കും. അത് ചെയ്യിച്ചിട്ടേ കർത്താവ് മാറുകയുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ യോന പറഞ്ഞു, ഈസി ആയിട്ട് പറഞ്ഞു, എന്നെ ആ കരയിലിട്ടൊന്ന് വലിച്ചെറിഞ്ഞേക്കാൻ. നോക്കണം ദൈവമക്കളെ, ദൈവം നോക്കിയിരിക്കുകയല്ലേ. ദൈവം ഉടൻ തന്നെ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിട്ടും മത്സ്യത്തോട് പറഞ്ഞു, നീ നേരെ ദിനവേലേക്ക് വെച്ച് പിടിച്ചു എന്ന്. നോക്കണം ദൈവമക്കളെ, ദൈവദാസനെ വഹിച്ചുകൊണ്ടുള്ള മത്സ്യത്തിന്റെ യാത്ര 3 ദിവസമെങ്കിലും യാത്ര ചെയ്ത് കാണുമെന്ന് ഞാൻ
വിശ്വസിക്കാം എന്റെ പ്രിയരെ. എന്നാൽ ഇപ്പോഴിതാ യോന ഒരു വഴുവഴുപ്പിന്റെ അവസ്ഥയില, കരണ്ട് ഒന്നും ഇല്ല എന്ന് വേണം പറയുവാനായിട്ട്. ഇരുട്ടിന്റെ അവസ്ഥയില, വഴുവഴുപ്പിന്റെ അവസ്ഥയില. ഇവിടെ ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, കണ്ണുനീരുണ്ട്, കരച്ചിലുണ്ട്, എല്ലാം ഉണ്ട്. ഹല്ലേലൂയ. നോക്കണം ദൈവമക്കളെ, ഇപ്പോൾ യോന പാട്ടുപാടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അവിടെ കിടന്നുകൊണ്ട് എന്നാൽ ഈ മഹാമത്സ്യം തന്നെ തർശീസിന്റെ കരയ്ക്കൽ കടൽക്കരയിൽ കൊണ്ട് ചാർത്തിച്ചിട്ട് വിട്ടിട്ട് പോയി. നോക്കണം, യോന കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ യോനയ്ക്ക് മനസ്സിലായി, ഓ നിനവെ പട്ടണത്തിലെത്തിയല്ലോ എന്ന്. നോക്കണം ദൈവ പൈതലെ, യോന പ്രസംഗിച്ചു, നിനവേക്കാർ ഏറ്റെടുത്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, കഷ്ടതയുടെ നടുവിലും ദൈവിക ദർശനം പ്രാപിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. കഷ്ടതയുടെ നടുവിലും ദൈവിക ദർശനം പ്രാപിക്കുവാൻ കഴിയും. നമുക്കറിയാം, ഹല്ലേലൂയ, ചൂരച്ചെടിയുടെ തണലിൽ എന്റെ പ്രിയരെ ഏലിയ ഉറങ്ങുന്നൊരവസ്ഥ നമുക്ക് പലപ്പോഴും നാം പല ദൈവദാസന്മാരിലൂടെ കേട്ടിട്ടുള്ള ഒരു വേദഭാഗമാണത്. നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ ഈ ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുകൊണ്ട് ഉറങ്ങുന്നതിനിടയിൽ താൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, എങ്ങനെയെങ്കിലും മരിച്ചാൽ മതിയായിരുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. തനിക്ക് ജീവിക്കുവാൻ ആഗ്രഹമില്ല, മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുകയാണ് ഇപ്പോൾ ഏലിയാവ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, ആഹാബ് ഇസബേലിനോട് പറഞ്ഞു, ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു, നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണം അധികം ചെയ്യുമാറാകട്ടെ. ഏലിയാവ് ഭയപ്പെട്ടു. ദൈവമക്കളെ, ബേർശബയിൽ ചെന്നു. ഹല്ലേലൂയ. ഒരൊറ്റ ഓട്ടം അവിടെ ചെന്നിട്ട് ഹല്ലേലൂയ താൻ ചിന്തിക്കുകയാണ്, മരിച്ചാൽ മതിയെന്ന്. മരിച്ചാൽ മതി. നമുക്കൊരു പാട്ടിന്റെ ഒരു ലൈൻ മാത്രം ഒന്ന് പാടി നമുക്ക് മുൻപോട്ട് കടന്നു പോകാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ചോളാം. ഉറങ്ങുന്നവനെ ഉണർന്നിടുക, മരിച്ചവരുടെ മധ്യേ നിന്ന് നിന്റെ മേൽ ക്രിസ്തു പ്രകാശിക്കട്ടെ. ആ പ്രകാശം ലോകം കാണട്ടെ. നിന്റെ മേൽ ക്രിസ്തു പ്രകാശിക്കട്ടെ. ആ പ്രകാശം ലോകം കാണട്ടെ. ചൂര ചെടിയുടെ തണലിൽ ഉറങ്ങിക്കിടക്കും ഏലിയാവേ, എഴുന്നേറ്റു തിന്നുക, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ട്. എഴുന്നേറ്റു തിന്നുക, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ മക്കളെ, ഇവിടെ ഏലിയാവ് ചിന്തിച്ചൊരു കാര്യമുണ്ട്, മരിച്ചാൽ മതിയായിരുന്നു എന്ന്. ഏലിയാവ് ഭയപ്പെട്ടൊരു കാര്യമാണ്. ഹല്ലേലൂയ. അവിടെ അതായത് ഇവിടെ എങ്ങനെ നോക്കിയാലും ഏലിയാവിനെ അവർ കൊന്നുകളയുമെന്നുള്ള ചിന്തയാണ് ഈ ഏലിയാവിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. അതുകൊണ്ടാണ് ഏലിയാവ് ചിന്തിച്ചത്, മരിച്ചാൽ മതി എന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ, ഏലിയാവേ, ദൈവം ആഗ്രഹിക്കുന്നത് അതല്ല, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലെ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, ശത്രുവായ നിന്നെ മുൻപോട്ട് വിടുകയില്ല എന്ന് വെല്ലുവിളിക്കുന്നു. ഒരു സ്റ്റെപ്പ് കൂടെ നിന്നെ മുൻപോട്ട് വിടുകയില്ല എന്ന് വെല്ലുവിളിച്ച് നിന്റെ മുൻപിൽ വാദിച്ച് നിൽക്കുമ്പോൾ, കുഞ്ഞേ, കർത്താവ് പറയുന്നു, നീ തകരുകയില്ല. നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലെ, മരിച്ചാൽ മതി എന്ന് ചിന്തിച്ച ഏലിയാവിനെ ദൈവം ജീവനോടെ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോകുക. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്കറിയാം ശിംശോന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ ശിംശോൻ ലോകമാകുന്ന ദലീലയുടെ മടിയിൽ തലവെച്ചിറങ്ങി. എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ. തന്റെ ശക്തി നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. തന്റെ കൃപകൾ നഷ്ടപ്പെട്ടു. ആകയാൽ ദൈവ പൈതലെ, കഷ്ടതയുടെ തീച്ചുളയിലും ഹല്ലേലൂയ നിന്നെ സഹായിക്കുവാൻ ദൈവം നിന്റെ കൂടെയുണ്ട്. അവിടെയും നിനക്ക് ദൈവിക ദർശനം പ്രാപിക്കുവാൻ കഴിയും. പക്ഷേ കഷ്ടങ്ങൾ വരുമ്പോൾ ഹല്ലേലൂയ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കണം. കർത്താവ്
കർത്താവിന്റെ പാദപീഠത്തിൽ നീ താണിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ അരുമനാഥന്റെ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാം പ്രിയരെ. അങ്ങനെ നാം മുൻപോട്ട് പോകുമ്പോൾ നിശ്ചയമായും ദൈവിക ദർശനം നമുക്ക് പ്രാപിക്കുവാനായി കഴിയും. 1 കൊരിന്ത്യരുടെ പുസ്തകത്തിൽ പറയുന്നു, 16-ാം അധ്യായത്തിൽ പറയുന്നു, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, ശക്തിപ്പെടുവീൻ. പ്രിയരെ, ഏത് സാഹചര്യങ്ങളിലും ദൈവത്തെ സ്തുതിക്കുന്നവരായി നാം തീരണം. പ്രൈസ് ദി ലോർഡ്. കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ അയ്യോ അയ്യോ എന്നുള്ള ദീനരോധനം മുഴക്കാതെ മാറിയിരുന്ന് ദൈവസന്നിധിയിൽ നിലവിളിക്ക്. പുസ്തകത്തെ വായിക്ക്, വേദപുസ്തകം തുറന്ന് വായിക്ക്. നിനക്ക് ആശ്വാസപ്രദമായ വാക്കുകൾ വചനത്തിലൂടെ ദൈവം നിന്നോട് സംസാരിക്കും. പ്രാർത്ഥിക്കും. നീ കണ്ണുനീരോട് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വിഷയങ്ങൾക്ക് വിടുതലുണ്ടാകും. കഷ്ടതയിലും ദൈവിക ദർശനം പ്രാപിക്കുവാൻ ഹല്ലേലൂയ ദൈവ പൈതലേ, ഹല്ലേലൂയ, നീ മുൻപോട്ട് കടന്നു വരണം. മടുത്തു പോകരുത്. പ്രാർത്ഥനയിൽ നീ മടുത്തു പോകരുത്. അപ്പന്റെ പാദപീഠത്തിലേക്ക് തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ പ്രിയ ദൈവ പൈതലേ. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. യോഹന്നാനെ പത്മോസിന്റെ ഏകാന്തതയിലേക്ക്, അല്ലെങ്കിൽ ആ വന്യമൃഗങ്ങളുള്ള പത്മോസിലേക്ക് നാടുകടത്തിയപ്പോഴും അവിടെയും യോഹന്നാൻ ഹല്ലേലൂയ ദൈവ പൈതലേ ദൈവമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു. യെശയ്യാവ് ശ്രേഷ്ഠ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ താൻ ആരായിരുന്നു എന്നത്, ഹല്ലേലൂയ, ശുദ്ധിയില്ലാത്ത ആദരമുള്ളൊരു മനുഷ്യൻ എന്ന് താൻ സ്വയം മനസ്സിലാക്കിയ ഒരനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നു. യോബിന്റെ ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ട അവസ്ഥയിലും യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, യോബിന് നഷ്ടപ്പെട്ട സകലതും ഇരട്ടിയായി ദൈവം കൊടുക്കുവാനിടയായി. ഹാലി കഷ്ടതയിലും കൈവിടാതെ നിന്നെ താങ്ങി നിർത്തുന്ന, നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെ നിനക്ക് കാണുവാനായി കഴിയും. ശലോമോൻ ആലയത്തിന്റെ പണി പൂർത്തീകരിച്ചപ്പോൾ ദൈവ പൈതലെ ആലയത്തിൽ അവർ ഒരുമിച്ച് നിന്ന് പാടി, ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചോ, ഒരുമിച്ച് നിന്ന് ദൈവത്തെ ആരാധിച്ചോ. ഓ സൈന്യങ്ങളെ യഹോവ, പ്രൈസ് ദി ലോർഡ്. എന്താണ് അവർ പ്രാർത്ഥിച്ചത്? എന്താണ് അവർ നിലവിളിച്ചത്? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ പ്രയാസ പ്രതികൂല മേഖലകളിൽ നാം തകർന്നു പോകരുത്. ഹല്ലേലൂയ ദൈവ പൈതലെ, പ്രാർത്ഥന എന്ന കവചം ധരിച്ചവരായി കർത്താവിന്റെ കരങ്ങളിൽ ഒന്ന് മുറുകെ പിടിച്ചാട്ടെ. ഒരു നിമിഷം പോലും കർത്താവിനെ വിട്ടു പോകരുത്. ദൈവം നിങ്ങൾക്ക് മുൻപടയും പിൻപടയുമായി നിന്ന ഇസ്രായേൽ ജനത്തെ വഴി നടത്തിയ കർത്താവ് നിങ്ങളെയും വഴി നടത്തുവാൻ സർവശക്തനായി നിങ്ങൾക്ക് മുൻപിലായി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ എല്ലാവരും ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ കണ്ണുകൾ അടച്ചട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവ്, ഞങ്ങൾ ഇപ്പോൾ കേട്ടതായി വചനം ഞങ്ങളുടെ ആത്മീക ജീവിതത്തിൽ ഞങ്ങൾക്കത് ഏറ്റവും അനുഗ്രഹവും നന്മയുമായി തീർന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കട്ടെ. അപ്പ കർത്താവ്, ഇന്ന് വചനം കേട്ടവർക്കായി സ്തോത്രം, വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ എല്ലാ പ്രയാസ മേഖലകളിലും കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന്റെ പാദപീഠത്തിൽ താണിരിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ സത്യത്തിലും ആത്മാവിലും കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ഈ നാളുകളായി കർത്താവിന്റെ സന്നിധിയിൽ മുൻപോട്ട് പോകാൻ ദൈവം സഹായിക്കണം. അനുഗ്രഹിച്ച് മാനിക്കണം. കർത്താവെ, കൃപയ്ക്കുള്ളിൽ അപ്പച്ചം പൊതിഞ്ഞാട്ടെ, രക്തത്താൽ കഴുകി മുദ്രയിട്ടാട്ടെ. സകലത് ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമരക്ഷകന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, എനിക്കിങ്ങനെ ഒരു നല്ല അവസരം ഒരുക്കി തന്ന പ്രിയ സാജി ബ്രദറിനോട് കുടുംബത്തോടുമുള്ള എൻ്റെ പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. മാത്രമല്ല പ്രിയരെ, എൻ്റെ റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പിൻ്റെ, എൻ്റെ പേജിൻ്റെയും എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയുടെയും ഒക്കെ എൻ്റെ അഡ്മിന്മാർ എല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ മെമ്പേഴ്സ്, സഹോദരങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ആരംഭം മുതൽ അവസാനം വരെ വീക്ഷിച്ച് എൻ്റെ ഈ മെസ്സേജ് ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ കർത്താവിൽ ബലപ്പെട്ട ചില ദൈവദാസന്മാർ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എന്നെ ഏറ്റവും അധികം മാനിക്കുന്ന ദൈവദാസന്മാരൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അടുത്ത ആഴ്ച പകൽ 4 മണിയായിരിക്കും എന്നത് ഞാൻ ഇപ്പോൾ അറിയിക്കുന്നു. കർത്താവിൻ്റെ വരവോളം കർത്താവിൻ്റെ സന്നിധി വിശ്വസ്തരായി നമുക്ക് കാണപ്പെടാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എൻ്റെ ഷോർട്ട് മെസ്സേജസ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ യൂട്യൂബിൽ ചെന്നിട്ട് റോസ്ലിൻ സുരേഷ് ഈറോഡ് എന്നും റോസ്ലിൻ സുരേഷ് എന്നും 2 അക്കൗണ്ട് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് അവിടെ എൻ്റെ ആശ്വാസപ്രദമായ ഷോർട്ട് മെസ്സേജസ് കേൾക്കാവുന്നതാണ് എന്നതും ഞാൻ അറിയിക്കുന്നു. പ്രാർത്ഥനയെ നമുക്ക് പരസ്പരം ഓർക്കാൻ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. God bless you all.